ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഡബിൾ ബെൽറ്റ് പോക്കറ്റാണ്. അതിൽ ഫ്ലാപ്പുള്ള ഒരു പോക്കറ്റാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഫ്ലാപ്പിന് വേണ്ടി എടുത്തിട്ടുള്ള തുണി. അപ്പോൾ ഫ്ലാപ്പിന് വേണ്ടി എടുത്തിട്ടുള്ള സൈസ് നമുക്ക് നോക്കാം. ഇതല്ലേ 4 ഇഞ്ച് ആണ് ഞാനിതിൽ ക്യാൻവാസ് ഒട്ടിച്ചിട്ടുള്ള ഫ്ലാപ്പിന് വേണ്ടിയിട്ട്. ഇതിൻ്റെ സെൻറ്റർ വന്നിട്ട് 1.25 ഇഞ്ചുണ്ട് ക്യാൻവാസ്. അതുപോലെ തന്നെ സൈഡ് വന്നിട്ട് 1.25 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ സൈസ്. ഇതാണ് നമ്മൾ ഫ്ലാപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ 2 ലെയറാണ് തുണി ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് 2 ലെയറും നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോക്കറ്റിന് വേണ്ടി എടുത്തിട്ടുള്ള തുണിയാണിത്. അപ്പോൾ ഈ തുണിയുടെ മൊത്തം വീതി നമ്മൾ എടുത്തിട്ടുള്ളത് 5 ഇഞ്ചാണ്. അപ്പോൾ നേരെ സെൻറ്ററോട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ സെൻറ്ററിൽ നിന്ന് ഇപ്പോൾ നമ്മുടെ ഫ്ലാപ്പിൻ്റെ കണക്കിന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും 2 ഇഞ്ച് 2 ഇഞ്ച് മാർക്ക് ചെയ്യാണ്. അല്ലേ, 2 ഇഞ്ച് 2 ഇഞ്ച് മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ 1/4 ഇഞ്ച് 1/4 ഇഞ്ച് ഇതിൻ്റെ 2 സൈഡിലും മാർക്ക് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ഒന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് വരച്ചെടുക്കാം. ഓക്കെ, അതിനുശേഷം ഇതാണ് നമ്മൾ ഇത് കട്ട് ചെയ്യാനുള്ള ലൈൻ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യാൻ പോകാനുള്ള ലൈൻ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് ഇത് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്ക് ആവശ്യമുള്ള തയ്യൽ നമ്മൾ നടത്തിയിട്ട് ബാക്കിയുള്ളത് കറക്റ്റായിട്ട് കട്ട് ചെയ്തോളൂ. ഇനി നന്നായിട്ട് നമുക്ക് ഒന്ന് അയൺ ചെയ്തെടുക്കാം. ഓക്കെ, നമ്മുടെ ഫ്ലാപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യാം.
അപ്പോൾ പോക്കറ്റ് നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം നമ്മളൊരു 3.5 ഇഞ്ച് താഴെയാണ് പോക്കറ്റ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ഇനി നമ്മളിതിനെ കറക്റ്റായിട്ട് കട്ട് ചെയ്യും. ഓക്കെ, നമ്മൾ ഇത്രയും ഭാഗം കഴിഞ്ഞു. ഇനി ഇതിനെ നന്നായിട്ട് അയൺ ചെയ്ത് എടുക്കാം. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചെയ്യേണ്ടത്, ഇത് ഡബിൾ ആയിട്ടാണ് മടക്കേണ്ടത്. അപ്പോൾ ഡബിൾ ആയിട്ട് മടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ ഇവിടെ ഞാനൊരു മാർക്ക് ചെയ്തു, അതുപോലെ തന്നെ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തു. കറക്റ്റ് ഈ മാർക്കിങ്ങിലേക്ക് നമ്മൾ ഇതിൻ്റെ ഈ തുണീനെ നമ്മൾ മടക്കണം. കണ്ടില്ലേ, ഈ സൈഡ് നമ്മൾ മടക്കി. ഇനി ഇതേപോലെ തന്നെ നമ്മൾ ഈ സൈഡും മടക്കുക. അപ്പോൾ ഇത് രണ്ടും ഇതുപോലെ മടക്കി വെച്ചതിന് ശേഷം ഒന്ന് കറക്റ്റായിട്ട് അയൺ ചെയ്യുക. കണ്ടില്ലേ, ഇങ്ങനെ ഇരിക്കുന്ന കറക്റ്റായിട്ട് നമുക്ക് ഇതൊന്ന് അയൺ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ പണി എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഇതിനെ കറക്റ്റായിട്ട് ഇതിലേക്ക് കയറ്റി വയ്ക്കുക. അപ്പോൾ ഇതിനെ കയറ്റി വയ്ക്കുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, ഇതാണ് ഇതിൻ്റെ നല്ല വശം. ഇവിടെ നമുക്ക് മാർക്ക് ചെയ്യുക ഏറ്റവും തന്നെ. ഉണ്ടല്ലേ, ഇത് നമുക്ക് മാർക്ക് ചെയ്ത് കറക്റ്റായിട്ട് ഇത് കയറ്റി വയ്ക്കുക. നേർ പൊടിച്ചും കൂടി നമുക്ക് കയറ്റി വയ്ക്കാം, കാരണം ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് തന്നാൽ മതി. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ പണിയുള്ളത്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഇത് ജസ്റ്റ് നമ്മൾ ഇവിടെ വയ്ക്കുക. ഇവിടെ വെച്ചിട്ട് ഇതിനൊന്ന് പിൻ ചെയ്ത് കൊടുക്കുക.
കണ്ടില്ലേ, ഇത് നമ്മൾ പിൻ ചെയ്തെടുത്തു. ഇനി പിൻ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഒരൊറ്റ സ്റ്റിച്ചിങ്ങിൽ ഇത് അവസാനിപ്പിക്കുകയാണ്. ഒരേ ഒരു സ്റ്റിച്ചിങ്ങാണ് നമ്മൾ ചെയ്യുന്നുള്ളൂ. അതായത് നമ്മൾ ഇനി ഇതിനെ ബാക്ക് വശത്തേക്ക് എടുത്തു. ബാക്ക് വശത്തേക്ക് എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ തുണി ഇങ്ങനെ മടക്കി വയ്ക്കുക. അപ്പോൾ ഇതിന് നമുക്ക് ഇതുവരെ കവർ ചെയ്ത് മടക്കി വയ്ക്കാം. കണ്ടില്ലേ, ഇതുവരെ നമ്മൾ കവർ ചെയ്ത് മടക്കി വെച്ചു. മടക്കി വെച്ചതിന് ശേഷം നമ്മൾ ഇവിടെയും ഒരു പിന്ന് കൊടുത്തു. ഓക്കെ, ഇവിടെയും ഒരു പിന്ന് കൊടുത്തതിന് ശേഷം നമ്മൾ ഏറ്റവും ആദ്യം തന്നെ ചെയ്യുന്നത് ഇതിൻ്റെ ഈ എഡ്ജുകൾ തമ്മിൽ അടിക്കുക. അതായത് ഈ ഭാഗം നമ്മൾ ഫിനിഷ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മൾ ഈ ഭാഗവും ഫിനിഷ് ചെയ്യുക. ഓക്കെ, ഈ രണ്ട് ഭാഗവും നമുക്ക് ആദ്യം ഫിനിഷ് ചെയ്യാം. അപ്പോൾ നമ്മളിത് ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങി നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് അവസാനിപ്പിക്കുകയാണ്. ഈ ഭാഗം സ്റ്റിച്ച് ചെയ്യുക. ഓക്കെ, ഇത്രയും ഭാഗം നമ്മുടെ ക്ലിയറായി. പക്ഷേ ഈ ഫ്ലാപ്പ് ഇതിൽ പിടിച്ചിട്ടില്ല. അപ്പോൾ ഈ ഫ്ലാപ്പ് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പിന്ന് പിടിപ്പിച്ചു. പിന്ന് പിടിപ്പിച്ചതിന് ശേഷം ഈ ഭാഗം നമ്മൾ ചേർത്തി ഒരു തയ്പ്പ് തയ്ക്കുക. അപ്പം നമ്മുടെ അടിപൊളി പോക്കറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ബെൽറ്റ് പോക്കറ്റ് വിത്ത് ഫ്ലാപ്പ്, മനസ്സിലായില്ലേ? ഇതുപോലെ തയ്ച്ചെടുക്കുക, നല്ല ഭംഗിയിൽ തയ്ച്ചെടുക്കുക. അപ്പോൾ ഇതൊക്കെ രണ്ട് കളറിൽ വെച്ച് തയ്ക്കുന്നത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇതിൻ്റെ സെയിം കളർ തന്നെ ഇട്ടിട്ടാണ് നമ്മൾ സാധാരണ തയ്ക്കുക. ഇതൊരു ഡെമോ പീസാണ്. അപ്പോൾ ഇത് നല്ല ഭംഗിയായിട്ട് തയ്ച്ചിട്ടുള്ളത് പോലെ തന്നെ നിങ്ങളും ഇത് കറക്റ്റായിട്ട് തയ്ച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.